തത്വം അനുഭവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു ഗ്രന്ഥങ്ങൾ കൊണ്ട് ഒരു കാര്യമില്ല എന്നാണ് പറയുന്നത്. ഇത് പറയും, അധീത്യ ചതുരോ വേദാൻ സർവശാസ്ത്രാണ്യനേകശഃ ബ്രഹ്മതത്വം ന ജാനാതി ദർവീ സൂപരസം യഥാ. എന്താ ഇതിന്റെ ആശയം? അധീത്യ ചതുരോ വേദ, 4 വേദങ്ങളും പഠിച്ചിട്ടുണ്ട് ഒരാള്. സർവശാസ്ത്രാണ്യനേകശഃ, എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ചിട്ടുണ്ട്. എന്നിട്ടും ബ്രഹ്മതത്വം ന ജാനാതി, എന്നിട്ടും ബ്രഹ്മതത്വം ലഭിച്ചിട്ടില്ല എങ്കിൽ, ഈശ്വരനെ കുറിച്ച് ഒന്നും മനസ്സിലായിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ അനുഭൂതി സമ്പന്നനായിട്ടില്ല എങ്കിൽ, സ്വാനുഭൂതി സമ്പന്നത എന്ന് അതിന് പറയാം. ഈശ്വരനെ അനുഭവിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ പരമമായ ശാന്തിയിലേക്ക് ജീവിതത്തിൽ ഒരു നിമിഷം പോട്ടെ, അരനിമിഷം പോട്ടെ, അല്പമെങ്കിലും നേരത്തേക്ക് എത്താൻ സാധിച്ചില്ലെങ്കിൽ അത് ഏതുപോലെയാണ്? ഋഷി നമ്മളോട് പറയും, ദർവി സൂപരസം യഥ, അതുപോലെയാണ് അത്ര ജീവിതം. എന്താ അങ്ങനെ പറഞ്ഞാൽ? ദർവി എന്ന് പറഞ്ഞാൽ തവി, കയ്യിൽ എന്നർത്ഥം. സൂപരസം എന്ന് പറഞ്ഞാൽ എന്താ? കറിയുടെ രസം എന്നർത്ഥം. ഈ കയ്യിലിന് എന്തേ യോഗമുള്ളൂ? കറിയിൽ കിടന്ന് ഇളകാനേ യോഗമുള്ളൂ. എത്ര നല്ല കറിയാണെങ്കിൽ കൂടി അതിന്റെ രുചി അറിയാനുള്ള ഭാഗ്യം കയ്യിലില്ല. ആലോചിച്ച് നോക്കേ, അത് സാമ്പാർ ആയിക്കോട്ടെ, പുളിശ്ശേരി ആയിക്കോട്ടെ, എന്തും, പായസം ആയിക്കോട്ടെ, ഇതിന്റെ ഇങ്ങനെ ഇളകുക. അതിന്റെ രസം അറിയുവാനുള്ള യോഗം കയ്യിലില്ല. അതുപോലെയാണ് മനുഷ്യ ജീവിതം എന്നാ പറഞ്ഞത്. നല്ല പാണ്ഡിത്യമുണ്ട്, നല്ല വേദങ്ങളും ശാസ്ത്രങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ അറിയാം. എന്നിട്ടും ഈശ്വര തത്വത്തെ കിട്ടിയില്ല എങ്കിൽ, അറിഞ്ഞില്ല എങ്കിൽ, അനുഭൂതിയിലേക്ക് ഉയർന്നില്ല എങ്കിൽ കയ്യില് പോലെയാണ് ജീവിതം എന്ന് പറഞ്ഞു. അപ്പൊ വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു ഗ്രന്ഥമാണിത്, അല്ലെങ്കിൽ ഭാഗമാണിത്. അതുകൊണ്ട് പറയും, ബദ്ധസ്തതാ സകല പാപഭരേണ യുക്തഃ ജീവത്യഹോ വിഗതസാരസുഖാനുഗാമി മുക്തസ്തു നിർമ്മല നിതാന്ത സുമോദ ഭോക്ത തസ്മാത് വിമുക്തിരിക നിത്യസുഖസ്യ ഹേതു. ഈ ശ്ലോകം ഏതെങ്കിലും ഗ്രന്ഥത്തില് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എവിടെയും കാണാൻ സാധ്യയില്ല, എവിടെയും ഉണ്ടാവില്ല, എവിടെ അന്വേഷിച്ചാൽ കിട്ടൂല. കാരണം ഇത് ഞാൻ തന്നെ എഴുതിയാണ്, അതുകൊണ്ടാണ്. നമ്മൾ പോയി അന്വേഷിച്ചിട്ട് കാര്യമില്ലല്ലോ.